ഉദയംപേരൂർ കൂനംകൂടി സത്യം കഴിഞ്ഞപ്പോൾ ആർച്ച് ഡീക്കൻ ആൾക്കാരെല്ലാം കൂടെ ആലങ്ങാട്ട് വെച്ച് കൈവച്ച് 12 പേര് കൈവച്ച് കഴിഞ്ഞാൽ മെത്രാനാകും എന്നുള്ള കിംവദന്തിയുടെ പേരിൽ അവർ കൈവച്ച് ശ്രമിക്കുകയൊക്കെ ഉണ്ടായി. പിന്നീട് അദ്ദേഹം പട്ടം കെട്ടി അദ്ദേഹം മെത്രാനെ മാറുകയുണ്ടായി, ആർച്ച് ഡീക്കൻ. അപ്പം അന്ന് അദ്ദേഹം സ്വീകരിച്ച പേര് മാർത്തോമ ഒന്നാമെന്നാണ്. അതിനുശേഷം 9-ാം മാർത്തോമ വരെ മാർത്തോമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. തോമാസ് ശ്ലീഹ മാമോസ കൊടുത്ത പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളെ അന്ന് മെത്രാനായിട്ടുള്ളൂ, അല്ലെങ്കിൽ ആർച്ച് ഡീക്കനായിട്ടുള്ളൂ. ആ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് പിന്നീടും മെത്രാന്മാരായിരിക്കുന്നത്. ഒരു കാരണവശാലും മാർത്തോമ പകലോമറ്റെന്ന പേരോട് സ്വീകരിച്ചിട്ടില്ല. ഒരു കാരണവശാലും വീട്ടുപേര് പിന്നെ ആ പകലോമറ്റത്ത് ഏത് ഉപശാഖയിൽ നിന്നാണ് മെത്രാനായെങ്കിൽ പോലും ആ വീട്ടുപേരിലെല്ലാം അറിയപ്പെട്ടിരുന്നത്. അറിയപ്പെട്ടത് തോമാസ് ശ്ലീഹയുടെ പേര് തന്നെയാണ്. തോമ ഒന്നാമൻ, തോമ രണ്ടാമൻ, തോമ മൂന്നാമൻ, തോമ നാലാമൻ, തോമ അഞ്ചാമൻ, തോമ നാലാമൻ്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി. മാർത്തോമ ആറാമൻ. അവർ ഈ പാശ്ചാത്യ സുറിയാനി സഭ അല്ലെങ്കിൽ പാശ്ചാത്യ യാക്കോബൈറ്റ് സഭ വന്നപ്പോൾ മാർ ഇവാനിയോസിൻ്റെ സക്രൂരുടെ നേതൃത്വത്തിൽ 1747 പിന്നെ 1752 മാർത്തോമ ആറാമൻ്റെ പേര് മാറ്റി ദിവന്യാസോസ് ആക്കണമെന്ന് അവർ ഷഡിക്കുകയുണ്ടായി. അതിന് ലക്ഷ്യം മാർത്തോമ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി പത്രോസിൻ്റെ പാരമ്പര്യം ദിവന്യാസോസ് പാരമ്പര്യം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് സമ്മതിച്ചില്ല. ഞാൻ സൂചിപ്പിച്ച് അത് കത്തോലിക്കരായാലും യാക്കോബൈറ്റായാലും മാർത്തോമയോട് ബന്ധപ്പെട്ടൊരു പാരമ്പര്യത്തിലാണ് അവർ തങ്ങളെ തന്നെ കാണുകയും അവരുടെ മെത്രാസ്ഥാനത്ത് പോലും കണ്ടിരുന്നത്. മാർത്തോമ ഒന്നാം, മാർത്തോമൻ രണ്ടാം, മാർത്തോമ മൂന്നാം തൊട്ട് മാർത്തോമ 9 ഇങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ കണ്ടിരുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് തോമാസോട് ബന്ധപ്പെട്ടുള്ളൊരു അസ്തിത്വമാണ് സഭാത്മക ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു പാരമ്പര്യങ്ങൾ, ഈ ഒരു വ്യതിരിക്തതകൾ, ഈ ഒരു അനുഷ്ഠാന രീതികളെല്ലാം അതൊരു തോമാസ് ശ്ലീഹയുടെ ഈ പൈതൃകത്തിൽ എഴുതിയിരിക്കുന്നത്. ജാക്ക് ദ കൂത്തർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഡയമണ്ട് വ്യാപാരി 16-17 നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്നാണ്. ഗോവയിലുണ്ടായിരുന്നു, കൊച്ചിയുണ്ടായിരുന്നു. അദ്ദേഹം ഗോൾക്കൊണ്ട മൈൻസിൽ നിന്ന് ഡയമണ്ടുകൾ, വൈഡൂര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നു, തൊടുപുഴ പള്ളിയിൽ ആളുകളെല്ലാം ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ നീല മേലുത്തിരി ഇടുന്നത്. എന്തുകൊണ്ടാണ് നീല മേലുത്തിരി ഇടുന്നത്? അതിനൊരു ഉത്തരം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 17 നൂറ്റാണ്ടിൽ വരുമ്പോൾ കാണുന്ന തുഴ പള്ളികളിലെ ആളുകൾ ഈ നീല മേലങ്കിയാണ് ഇടുന്നത്. അതിന് കാരണം മാതാവ് ഉത്ഥാനം ചെയ്തപ്പോൾ മാതാവിൻ്റെ മേത്തുണ്ടായിരുന്ന മേലുത്തിരിയം, ചിലർ പറയുന്നു അരക്കെട്ടാണ്, മേലുത്തിരി എന്ന് പറഞ്ഞു, അത് തോമാസ് ശ്ലീഹയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ തോമാസ് ശ്ലീഹയ്ക്ക് കിട്ടിയ മേലുത്തിരിയം തോമാസ് ശ്ലീഹയുടെ പിൻഗാമികൾ അവരുടെ ഔദ്യോഗിക വസ്ത്രമായിട്ട് അവർ ധരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതൊരു സാംസ്കാരിക മനസ്സിലാക്കലാണ്, ഒരു കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ചര്യകൾ, അനുഷ്ഠാനങ്ങളെല്ലാം മാറുന്നുണ്ടെങ്കിൽ അതൊരു ചരിത്രപരമായ മനസ്സിലാക്കൽ രൂപപ്പെട്ടു വന്ന ഒരു സാംസ്കാരിക രീതിയാണ്, സ്വാധീനമാണ്. അപ്പോൾ അത് സൂചിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ഇതാണ്, വലിയൊരു പാരമ്പര്യം, ഒരു പൈതൃകം നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ഇടയിൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ്. അത് തോമാസ്, കാരണം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലും നമ്മൾ അനുഷ്ഠിക്കുന്ന ആഘോഷത്തിലും നമ്മൾ അനുഷ്ഠിക്കുന്ന ചടങ്ങുകളിലെല്ലാം തോമാസ് അറിഞ്ഞോ അറിയാതെ വരണമെന്നുള്ള ഒരു സബ് കോൺഷ്യസ് ധാരണ ഈ കമ്മ്യൂണിറ്റി ഇടയിലുണ്ട്. അതാണ് ഈ മാർഗംകളിപ്പാട്ട് എല്ലാ കല്യാണത്തിലും എല്ലാ തിരുനാളാഘോഷത്തിലും എല്ലാ ഉർഭാജ്യ ഘടകമാണ്. 12 പേരടങ്ങുന്ന പേര് തിരികത്തിച്ച് വെച്ച് ഡാൻസ് ചെയ്ത്, ഇന്നത് വെറും ആഘോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും കലോത്സവത്തിൻ്റെ ഭാഗമൊക്കെയാണ്. പക്ഷേ അത് തുടങ്ങുമ്പോഴതല്ല, തോമാസിനോട് വന്നു കഴിയുമ്പോൾ പൂർത്തിയാവുള്ളൂ. തോമാസ് ഈ സമൂഹത്തിന് ഈ കൂട്ടായ്മ രൂപപ്പെടാനായിട്ട് നിമിത്തം അതിനെക്കുറിച്ച് ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും കഴിയുമ്പോഴേ പൂർത്തിയാവുള്ളൂ. പ്രാർത്ഥനയുടെ ഒരു അവസരമാണ് പ്രാർത്ഥനയോട് തുടങ്ങുന്നത്. എന്നിട്ട് തോമാസ് ചെയ്ത പ്രേക്ഷിതപ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത് മുഴുവൻ. അതിനുശേഷം അത് നിവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ, ഓർമ്മപ്പെടുത്തി കഴിയുമ്പോൾ പെസക അങ്ങനെയല്ലേ, എന്താ പെസക എന്ന് ചോദിക്കുമ്പോൾ കാരണന്മാർ മുഴുവൻ വിശദീകരിച്ച് പറയണം എന്താ പെസക എന്ന്.
ആ വിശദീകരിച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ അനുഷ്ഠാനം പൂർത്തിയാവുകയുള്ളൂ. പഴയ പെസഹായ്ക്കകത്ത് യഹൂദന്മാരുടെ ഇടയിലെ പെസഹായി ഇവിടെയും ഒരു ചടങ്ങ് പൂർത്തിയാകുമ്പോൾ അതിൻ്റെ സഭാപരമായ മനസ്സിലാക്കലിൽ ഈ ചരിത്രം കൂടെ കുറച്ചുകൂടി പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനസ്സിലാക്കലിലാണ് ഈ കമ്മ്യൂണിറ്റി ഇന്നലകളെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നതും അടുത്ത തലമുറ കൈമാറിക്കൊണ്ടിരുന്നതും ആ പറച്ചിൽ പ്രക്രിയയുടെ ഇടയിൽ അവരുടെ ഐഡൻറ്റിറ്റി കോൺഷ്യസ്നസ് രൂപപ്പെടുത്തിയെടുത്തിരുന്നതെന്നുള്ളത്. അപ്പോൾ അവർ എവിടെ ചിതറിപ്പോയാലും ഈ കൂടിച്ചേരലിൽ, ഈ പറച്ചിലുകളിൽ, ഈ നറേറ്റീവ്സുകളിൽ, ഈ സൈക്ലിക്കൽ പ്രക്രിയകളിലെല്ലാം അവരുടെ തന്നെ ഐഡൻറ്റിറ്റി കോൺഷ്യസ്നസ് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അവിടെ തന്നെയുള്ള അപ്പോസ്റ്റലേറ്റ് ഓഫ് സെൻറ് തോമസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ന് പഠന വിഷയമാണ്. അന്ന് പഠന വിഷയമല്ലത്, അത് ഒരു അനുഭവ വിഷയമാണ്. കാരണം ഞങ്ങൾ വിശ്വാസം തന്ന വ്യക്തി എല്ലായിടത്തും എത്തണം, എല്ലാ ആഘോഷങ്ങളും എല്ലാ പെരുന്നാളിലും കടന്നു. ജോണാഥയ്ക്കകത്ത് പറയുന്ന പെരുന്നാളുകളും അലക്സിസ് മനേസൻ സ്വീകരിക്കുന്ന ചടങ്ങുകളിലെല്ലാം ഇവർ പാട്ടുപാടിയാണ് സ്വീകരിക്കുന്നത്. അതെല്ലാം ഈ മാർഗംകളിപ്പാട്ട്, ഈ റമ്പാൻ പാട്ട്, ഈ തോമാപ്പറവൊക്കെയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ റമ്പാൻ പാട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. റമ്പാൻ പാട്ട് തോമാസ് ശ്ലീഹായുടെ ഈ വരവിനെക്കുറിച്ചും അതിന് പ്രത്യേക ട്യൂണുണ്ട്. അതുപോലെ മാർഗംകളിപ്പാട്ട് അത് കേൾക്കാത്ത ഒത്തിരി പേരുണ്ടാവും. മാർഗംകളിപ്പാട്ടും റമ്പാൻ പാട്ടും കേൾക്കാത്തവർ അത് 4 വരിയോ 8 വരിയോ ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പുതിയ തലമുറ എന്താണ് സംഭവം എന്ന് അറിയാനായിട്ടേ. കാരണം ആ ഒരു ഈണവും ആ ഒരു പാട്ടും ആ ഒരു പാടലും അതിലൂടെ ഒരു ചരിത്രം പറച്ചിലും അതിലൂടെ ഉത്ഭവ കേന്ദ്രത്തിലേക്ക് കടന്നു എന്ന് ബന്ധപ്പെടാനുള്ള ഒരു ശ്രമമൊക്കെ ഈ കമ്മ്യൂണിറ്റി പൈതൃകമാണ്. എല്ലാ കമ്മ്യൂണിറ്റി അതിൻ്റെതായ പാരമ്പര്യങ്ങളും രീതികളും ചരിത്രം പറച്ചിൽ രീതികളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ന് ഞങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സയൻറ്റിഫിക് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ശ്രമങ്ങളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഈ സയൻറ്റിഫിക് നറേഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നറേഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പെർസെപ്ഷൻസ് അടുത്ത തലമുറയ്ക്ക് കൊടുത്തിരുന്നതെന്നും അവരുടെ ഭാഗമാക്കിയിരുന്നതെന്നും അങ്ങനെ ഒരു സമുദായ ധാരണ, ഒരു സമുദായ ബോധവും അങ്ങനെ ഒരു സഭാത്മക മനസ്സിലാക്കലൊക്കെ കൊടുത്തിരുന്നതോടെയാണ് ഇത് മനസ്സിലാക്കുക. തോമാസ് ശ്ലീഹ മരിച്ചത് മയിലുകളുടെ മധ്യേ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേടൻ നമ്പ് ചെയ്തെന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹം മരിച്ചു വീണത് വ്യത്യസ്ത കളറ് ആ ശരീരത്തിലുണ്ടായിരുന്നു. അവിടെ തോമാസ് ശ്ലീഹ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മയിലിനെ ചുറ്റിപ്പറ്റിയാണ് പല പള്ളികളുടെയും കുരിശടികളുടെ എല്ലാം ചുവട്ടിൽ മയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. മയിലെന്ന് പറയുമ്പോൾ എപ്പോഴും തോമസിനോട് ബന്ധപ്പെടുത്തിയാണ് പരാമർശിക്കുക. പലപ്പോഴും ഇപ്പം തന്നെ പല എപ്പിസ്കോപ്പൽ ഡ്രസ്സുകളിലും പലയിടത്തും പല പള്ളികളിലും മയിൽ ചിത്രീകരിക്കുന്നു. കാരണം രൂപങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു പാരമ്പര്യം അത് അടുത്ത കാലത്തുണ്ടായതാണ്. അതൊരു ഐക്കണോക്ലാസിൻ്റെ കാഴ്ചപ്പാടിൽ രൂപങ്ങളിലൂടെയല്ല ചിത്രീകരണം നടത്തുന്നത്, പ്രതീകങ്ങളിലൂടെയാണ്. അപ്പോൾ പ്രതീകങ്ങൾ വയ്ക്കാൻ തുടങ്ങിയ ഘട്ടങ്ങളിലെല്ലാം മയിലാണ് പ്രധാനപ്പെട്ട ഒരു പ്രതീകം തോമാസിനെ ദ്യോതിപ്പിക്കാനായിട്ട്. കാരണം ഈ ഒരു പാരമ്പര്യം കിടക്കുന്നുണ്ട് മയിലിന് വയ്ക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് മയിലാപ്പൂരുണ്ട്, മയിലക്കൊമ്പ്. തോമാസ് വന്ന് സുവിശേഷ പ്രസംഗത്തിൽ പറയപ്പെടുന്ന മയിലക്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലം മയിലുണ്ട്. ഇന്നത്തെ മയിലിനോട് ബന്ധപ്പെട്ട ഒരു ചിത്രീകരണങ്ങളെല്ലാം ഈ തോമാസ് ശ്ലീഹയുടെ രക്തസാക്ഷിത്വവും അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധിപ്പിക്കുന്നതൊക്കെയാണ്. ഞാൻ സൂചിപ്പിച്ച് ഇങ്ങനെ വ്യത്യസ്തമായ സാംസ്കാരിക മാധ്യമങ്ങളും സങ്കേതങ്ങളും മെറ്റഫറുകളും ഇമേജുകളൊക്കെ തോമാസ് ശ്ലീഹയും തോമാസിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ദ്യോതിപ്പിക്കാനുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദർ ഇസ് എ ഹിസ്റ്റോറിക്കൽ ന്യൂക്ലിയസ്, ദർ ഇസ് എ ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് വിച്ച് വി കനോട്ട് ഡിനൈ. തോമാസ് ശ്ലീഹ വന്നു, പ്രഘോഷിച്ചു, അതിൻ്റെ ഭാഗമായി ക്രൈസ്തവ കൂട്ടായ്മ തുടങ്ങി. അതിൻ്റെ വിശദീകരണം നടക്കുന്നിടത്തെല്ലാം വീഴ്ചകളുണ്ടാകും, കാരണം തെറ്റുകളുണ്ടാകും. മനുഷ്യനല്ലേ മനസ്സിലാക്കിയ വിധത്തിലേ പറയുന്നത്, മനസ്സിലാക്കിയ വിധത്തിലേ വിവരിക്കുന്നത്, അതിൻ്റെ പോരായ്മകളുടെ അടുത്തുണ്ടാകും. പക്ഷേ യാഥാർത്ഥ്യം ഒന്ന് തന്നെയാണ്, ഇവിടെ ആ മനുഷ്യൻ വന്നു, ഈശ്വര സന്ദേശമായി. ആ സന്ദേശം ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന വഴിയിൽ ക്രൈസ്തവ കൂട്ടായ്മ ജന്മമുണ്ടായി. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ച ആളുകൾ പ്രാർത്ഥിക്കുന്നു ബലം മേടിക്കാൻ വേണ്ടി, സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ക്രൈസ്തവ സമൂഹത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. ആ കബറിടത്തെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്ക് ബലം കിട്ടട്ടെ. ഈ ക്രൈസ്തവ കൂട്ടായ്മ 50 ലക്ഷം വരുന്ന മാർത്തോമ ക്രൈസ്തവർ ഇനിയും വിശ്വസ്തതയിലും വിശുദ്ധിയിലും ദൈവത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കുതിപ്പും ശക്തിയും ആ കബറിടത്തിൽ നിന്ന് ഇനിയും കിട്ടട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖാനത്തിൽ നടന്ന് ഞാൻ നിർത്തുന്നു. താങ്ക് യു.